വിജയണ്ണ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്ത് നമ്മൾ അതിനെ തള്ളിക്കളയുന്നുമുണ്ട്. കാരണം വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത വാർത്തയാണ്. ബംഗ്ലാദേശ് ഇനി കൂടി പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പൊ അതിനിടയിലാണ് ഒരു 2 ബില്യൺ ഒരു കരാറ് ചൈനയുമായിട്ട് ബംഗ്ലാദേശ് വയ്ക്കുന്നു എന്നുള്ളൊരു വാർത്ത ഈ ഇടയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതവിടെ ഒരു വലിയൊരു വിമാന ഒരു സേനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ് അതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ചൈനയും കൊറിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയായിരുന്നു. ബംഗ്ലാദേശ് ബേ ഓഫ് ബംഗാളിൽ 12 സബ്മറൈനുകൾ ഇറക്കാൻ പോകുന്നു, അത് ഇന്ത്യയെ നേരിടാനാണ്, പെട്രോളിങ്ങിന് എന്ന പേരിൽ ഇന്ത്യയെ നേരിടാനാണ് എന്നുള്ള വാർത്തകൾ നമ്മൾ കൊടുത്തിരുന്നു. അതിനു ശേഷം നമ്മൾ കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിൽ ഈ അമേരിക്കയുടെ ഈ ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫേമിന്റെ ആൾക്കാർ വന്നല്ലോ, അവർ വന്നിട്ട് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. പിന്നെ ഹുജി കൊടുത്തിട്ടുണ്ട്, ഉൾഫ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ശേഷം ഇപ്പൊ ഒരു സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ്. ബംഗ്ലാദേശി പൗരന്മാർ ത്രിപുരയിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് വലിയൊരു സംഘർഷത്തിന് മുതിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശി പൗരന്മാരെ യാതൊരുവിധ ദയാദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നൊടുക്കി എന്നുള്ളതാണ് ബംഗ്ലാദേശിന്റെ ആരോപണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം? ബംഗ്ലാദേശ് ഇതിപ്പോ ആരോപണം കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇന്ത്യ അങ്ങനെ ഒരു പൗരന്മാരെയും, അതിപ്പോ ഇന്ത്യയുടെ ശത്രു ആയിരുന്നാൽ പോലും കൊല്ലില്ല എന്ന് നമുക്കറിയാം. തീവ്രവാദികളാണെങ്കിൽ അന്യനാട്ടിൽ വെച്ച് അജ്ഞാതനെ എന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഇന്ത്യ ആണോ അയക്കുന്നതെന്നും അറിയില്ല. അജ്ഞാതൻ എന്തായാലും തട്ടുന്നുണ്ട് നമ്മുടെ ശത്രുക്കളെയൊക്കെ. പക്ഷെ ഇന്ത്യക്ക് അകത്ത് വെച്ച് അങ്ങനെ ഇന്ത്യ ആരെയും കൊല്ലുന്ന ഒരു നമ്മൾ കണ്ടിട്ടില്ല. അതിപ്പോ ഏത് രാജ്യത്ത്, ഇപ്പൊ പാകിസ്ഥാൻ പൗരൻ ഇന്ത്യയിൽ വന്നാൽ പോലും അതിദാരുണമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന കേസൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല. അപ്പോഴാണ് ഇപ്പൊ ബംഗ്ലാദേശ് ഇങ്ങനെ ഒരു പുതിയ ആരോപണമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്രൈം ഇന്ത്യ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞ്. പിന്നെ ബംഗ്ലാദേശും കൂടെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു വിഷയത്തിലൂടെ ഒരു വലിയ സംഘർഷത്തിന് ശ്രമിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം അപ്പുറത്തെ സൈഡ് നടക്കുകയാണ്. അപ്പൊ ഇന്ത്യയെ ഒന്ന് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബംഗ്ലാദേശിന്റെ നീക്കമാണോ എന്നുള്ളൊരു ചോദ്യവും അണിയറയിൽ ഉയരുന്നുണ്ട്. എന്താണ് വിജയേട്ടന് തോന്നുന്നത്? കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ ഒരു സംഘർഷം നടന്നു. ത്രിപുരയിൽ ഒരു 3 ബംഗ്ലാദേശികൾ കൊല്ലപ്പെട്ടു. ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ബംഗ്ലാദേശിന്റെയും ത്രിപുരയുടെയും ബോർഡറിനുള്ളിൽ ഖൊവായ് എന്ന് പറയുന്ന ജില്ലയിലെ ബിദ്യാബിൻ എന്ന് പറയുന്ന ഒരു ഗ്രാമം, ഈ ഗ്രാമത്തിലേക്ക് 3 കൊള്ളക്കാർ, ഇത് ബംഗ്ലാദേശിൽ നിന്നുള്ള കള്ളന്മാരും കൊള്ളക്കാരും സ്ഥിരമായിട്ട് ഈ വെസ്റ്റ് ബംഗാളിലും ഒപ്പം തന്നെ ത്രിപുരയിലും വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കുറവാണ്. ഇവിടെ നിന്ന് സാമഗ്രികൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക, മറ്റ് കള്ളക്കടത്തുകൾ ചെയ്യുക, ഇതൊക്കെ സ്ഥിരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത്തവണ അങ്ങനെ ഈ പറയുന്ന ബിദ്യാബിൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തുകയും അവിടെ നിന്ന് കന്നുകാലികളെ, നമുക്കറിയാം ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് കന്നുകാലികളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് ഒരു വലിയ സംഭവമല്ല, അവർക്കൊരു തമാശയായിട്ടാണ് കേരളത്തിൽ. പക്ഷെ ഒരു കുടുംബത്തിന്റെ അന്നം തരുന്ന ഒരു ജീവി തന്നെയാണ് പശു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എരുമ എന്ന് പറയുന്നത്. കാരണം അതിൽ നിന്നുള്ള പാലും അതിന്റെ ഉൽപ്പന്നങ്ങളും കൊണ്ടാണ് ആ ഒരു ചെറിയ കുടുംബം നടന്നു പോകുന്നത്. കേരളത്തിൽ നമുക്ക് ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ കന്നുകാലി എന്ന് കേൾക്കുമ്പോൾ നമുക്കിപ്പോ ഓർമ്മ വരുന്ന ബീഫ് എന്നൊരു സാധനം മാത്രമാണ്. അതാണ് നമ്മുടെ ഒരു കുഴപ്പം. പക്ഷെ പലരുടെയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത്തിന്റെ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒരു അന്നമാണിത്. കാരണം പലരുടെയും വീട്ടിൽ ഒരു പശു ഉണ്ടാകും. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻകം ആ പശുവോ ഇല്ലെങ്കിൽ ഈ എരുമയോ ഒക്കെ തന്നെയായിരിക്കും. ഇത്തരം കന്നുകാലികളെ മോഷ്ടിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ബംഗ്ലാദേശികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ അതുപോലെ തന്നെ 3 പേർ അവിടെ കടന്നു വന്നു. ഇതിനെ തടയാൻ ഈ കന്നുകാലി വളർത്തുന്ന ആ വ്യക്തി തടയാൻ ചെന്നപ്പോൾ ഇയാളെ കൊല്ലുകയായിരുന്നു. ഇയാളെ കൊന്ന് 2 പേരുണ്ടായിരുന്നു തടയാൻ ചെന്നവര്. ഈ 2 പേരിൽ ഒരാളെ കൊലപ്പെടുത്തി, മറ്റേയാൾ ഓടിപ്പോയി ഗ്രാമത്തിലുള്ളവരെ വിവരം അറിയിച്ചു. ഈ ഗ്രാമത്തിലുള്ളവരെ വിവരം അറിയിച്ചപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു ബംഗ്ലാദേശി, ഇവിടെ ചിലപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കേരളത്തിൽ മറ്റിടങ്ങളിലൊക്കെയാണ് ബംഗ്ലാദേശികളൊക്കെ വന്ന് എന്തെങ്കിലും തരത്തിൽ നമ്മളിത് കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ സെയ്ഫ് അലി ഖാനെ കുത്തി ഇത് ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞപ്പോൾ ബംഗ്ലാദേശിന്റെ തെരുവോരങ്ങളിലൊക്കെ മറാത്തികൾ ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. അതിന് സമാനമായ രീതിയിൽ ബംഗ്ലാദേശിൽ വന്നു ഇവരെ ജനക്കൂട്ടം വളയുകയും ഈ വളഞ്ഞ ജനക്കൂട്ടത്തിന് നേരെ ഇവര് ഇരുമ്പ് ദണ്ടും അതുപോലെ തന്നെ വടിവാളും മറ്റുമൊക്കെ വീശുകയും ചെയ്തു എന്നാണ് അതിന്റെ ഒരു കേസ് പോകുന്നത്. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ജനം പ്രതിരോധിച്ചു എന്നല്ല, ഏത് നാട്ടിലാണെങ്കിലും ജനം പഞ്ഞിക്കെടും. അങ്ങനെ ഇട്ട കൂട്ടത്തിലാണ് ഈ 3 പേർ, 2 പേർ ആ സ്പോട്ടിൽ വെച്ചും ഒരാൾ ആശുപത്രി കൊണ്ടുപോകുന്ന വഴിക്ക് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇതിന്റെ ഒരു വാർത്ത പോയത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പിന്നെ മരിച്ച ആളുകൾ, അതായത് ഈ കൊന്നവരെ ഇന്ത്യക്കാര്
കൊല്ലുകയായിരുന്നു. ഇന്ത്യൻ സർക്കാരോട് ഒത്താശ ചെയ്തിട്ട് കൊല്ലുകയായിരുന്നു. അതായത് ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ കൊല്ലുന്നു. ഇതായിരുന്നു അവിടുത്തെ ചില മാധ്യമങ്ങളുടെ തലക്കെട്ട്. ആ രീതിയിലേക്ക് ബംഗ്ലാദേശിനെ വളച്ചൊടിച്ചു. അപ്പോഴാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രസ്താവന ഇറക്കേണ്ടി വന്നത്. കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു, ബംഗ്ലാദേശികളെ. കാരണം ഇവരുടെ ചൊറിച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പൊ SIR നടപ്പാക്കുകയും അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികളെ പുറത്താക്കുകയും ചെയ്യുന്ന പ്രക്രിയ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതാ, ബീഹാറിൽ നിന്ന് ഏതാണ്ട് 8 ലക്ഷത്തോളം അനധികൃത ബംഗ്ലാദേശികളും റോഹിംഗ്യകളും അടക്കമുള്ളവരെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നീക്കം ചെയ്തത്. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കും ബാധകമാകുമ്പോൾ, ഏതാണ്ട് മുമ്പ് 2016 നമ്മുടെ കേന്ദ്ര സഹമന്ത്രി, അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞ കാര്യം, ഏതാണ്ട് 2 കോടിക്കടുത്ത് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടായെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ പകുതി കൂടുതൽ പേരും വ്യാജ ID കാർഡും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിലും മറ്റും കയറി കൂടിയവരാണ്. അപ്പോൾ ഇവരെ പുറത്താക്കുമ്പോൾ അത് ബംഗ്ലാദേശിൽ താങ്ങാൻ കഴിയില്ല. ഒരു വലിയ പലായനം, അല്ലെങ്കിൽ ഇത്രയും പേര് തിരിച്ചു വരുന്നത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും? അപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും നിലനിർത്തണം. ആ നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇവരെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്, കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്, മറ്റു പല പാർട്ടികളും ആഗ്രഹിക്കും. കാരണം അവരുടെ ഒരു വോട്ട് ബാങ്ക് ആണത്. അപ്പോൾ അതിനും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്ത അവർ പടച്ചുവിട്ടത്. പക്ഷേ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ നമ്മുടെ BSF അതിർത്തിയിൽ ഉള്ള ബംഗ്ലാദേശിന് കൈമാറുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, ഈ അതിർത്തി നമുക്ക് സുരക്ഷിതമാക്കണം, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനൊക്കെയുള്ള ഈ കള്ളന്മാരെയും മറ്റുമൊക്കെ കടത്തിവിടുന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശ്രദ്ധേയമാണ്. ഇപ്പൊ ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നു. അവിടെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണ്. ഒരുപക്ഷെ ഇന്ത്യയുമായ ഒരു സംഘർഷം അതിവിദൂര ഭാവിയിലല്ലാതെ നടക്കാനുള്ള സാധ്യതകളോടുണ്ട്. ഈ സാധ്യതകളോട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ബംഗ്ലാദേശ് ഇപ്പോൾ മറ്റൊരു അതിർത്തിയിൽ, നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുക എന്നൊരു നീക്കം കൂടി ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. കാരണം ഈ രണ്ട് ഭാഗത്തും നമ്മൾ കണ്ടതാണ്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളുമായിട്ടൊരു ചെറിയ ഏറ്റുമുട്ടലിൽ ബംഗ്ലാദേശ് തയ്യാറെടുത്തത്. അതിന്റെ ലക്ഷ്യം നമ്മളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ സേനയുടെ ശ്രദ്ധകൾ 2 സൈഡിലേക്ക് മാറ്റിവിടുക. അതായത് ഇന്ത്യക്കകത്ത് തന്നെ വലിയ പ്രക്ഷോഭം നടക്കുക. അതായത് നമ്മൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ 0.5 എന്ന് പറയുന്ന ശത്രുക്കൾ ഇന്ത്യക്കകത്ത് പ്രക്ഷോഭം നടത്തുക. ഒരു സൈഡിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രശ്നം സൃഷ്ടിക്കുക, ഒരു സൈഡിൽ പാകിസ്ഥാനുമായി യുദ്ധം നടക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ സേനയുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ശ്രദ്ധ ഭരണത്തേക്ക് പോവുകയും അത് നമുക്ക് ഒരുപാട് സാമ്പത്തികമായും ഒപ്പം തന്നെ മറ്റു തരത്തിലും ക്ഷീണങ്ങൾ സംഭവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നീങ്ങും. ഇതിനാണ് ഇപ്പോൾ ഒരു ശ്രമം, ഇപ്പോൾ വീണ്ടും അതാണ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംശയം പല രാഷ്ട്രീയ നിരീക്ഷകരും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ കാണുന്നുണ്ട്. കാരണം നമുക്കറിയാം, മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബംഗ്ലാദേശിൽ അന്ന് അവിടുത്തെ കരസേന മേധാവിയായിരുന്ന വസർ ഉസ്മാനാണ് പറഞ്ഞത്, ഈ പണി വേണ്ടാത്ത പണിക്ക് പോകരുത്. കാരണം അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് അതേ സമയത്ത് തന്നെ ഇന്ത്യൻ സേന ടാങ്കുകളും മറ്റുമൊക്കെ കിഴക്കൻ മേഖലയിലേക്ക് നീക്കിക്കൊണ്ട് വെസ്റ്റ് ബംഗാളിലെ തീസ്ത പ്രഹാർ എന്ന് പറഞ്ഞൊരു വലിയ ഒരാഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വമ്പൻ സൈനികാഭ്യാസം നടത്തിയിരുന്നു. അത് കണ്ട് വരണ്ടു അന്ന്. അപ്പൊ വീണ്ടും ഇത് സൈഡിൽ ഈ ബംഗ്ലാദേശിന്റെ ബോർഡറിൽ ഈ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, 3 ബംഗ്ലാദേശികൾ ഇവിടെ കൊല്ലപ്പെടുമ്പോൾ അതിന്റെ ഒരു അലയൊലികൾ ബംഗ്ലാദേശിലും ഉണ്ടാകും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും മറ്റുമൊക്കെ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ എങ്ങനെയാണോ പ്രതികരണം, പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി വൈകാരിക തലത്തിലേക്കായിരിക്കും ബംഗ്ലാദേശിൽ പോകുന്നത്. കാരണം അവിടെ ഈ ജമാഅത്ത് ഇസ്ലാമികൾക്കുള്ള ഭീകരവാദ സംഘടനകളാണുള്ളത്. അപ്പൊ അവിടെ ഒരു വലിയ ലഹള അതിർത്തിയിൽ മറ്റും ഉണ്ടാക്കുക, ഭീകരവാദ സംഘടനകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുക. ഒപ്പം തന്നെ ഇവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ അത് ഇപ്പോഴും നമ്മുടെ ഒരു അതിർത്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തോന്നലുണ്ടാക്കുക. ഇതിനാണ് ഇവരിപ്പോൾ ചെയ്യുന്ന ഒരു വലിയ ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാർത്ത സത്യമാണ്, അർത്ഥസത്യം എന്ന് മാത്രമേ ഈ വാർത്തയെക്കുറിച്ച് പറയാൻ കഴിയൂ. പിന്നെ അവർ ഭയക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മറ്റുമൊക്കെ ബംഗ്ലാദേശികൾ പോവുകയും, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ പോലും ബംഗ്ലാദേശികളും മറ്റുമൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് കൊലപാതക കേസുകൾ നമ്മുടെ നാട്ടിലാണ്. നമ്മൾ ബംഗാളി എന്നാണ് ഇവരെ കുറിച്ച് പറയുന്നത്. ഇവരുടെയൊക്കെ വേരുകൾ തപ്പി പോകുമ്പോഴാണ് ഇവർ പലരും ബംഗാളികളല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഈ കൊലപാതകങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇനി ഒരുപക്ഷെ ഇവരെ ഇപ്പോൾ ഇങ്ങനെ കൈവച്ച സ്ഥിതിക്ക്, കാരണം ഇവരുടെ ഈ അക്രമത്തിനെതിരെയാണ് കൈവച്ചിരിക്കുന്നത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വോട്ടേഴ്സും മറ്റ് പദവികളൊന്നും ഇല്ലാതെ ഒരു സാധാരണ പൗരന്മാരായ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ സഹായിക്കാൻ എത്തില്ല. അപ്പൊ ഇത് കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതകളുമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല. ഇവരുടെ സംഘടനകളൊക്കെ വളരെ ശക്തമാണ്. ദക്ഷിണേന്ത്യയിലൊക്കെ ഇവരുടെ ഹുജി എന്ന് പറയുന്ന ഇവരുടെ സംഘടന ഭീകര സംഘടനയാണ്. അവരൊക്കെ വളരെ ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും ബംഗ്ലാദേശിൽ അത് വലിയ വാർത്തയായി മാറുന്നുണ്ട്. അവർ ഇതിനെതിരെയാണ് പ്രതികരിക്കുന്നത്. നമ്മൾ കണ്ടത് കുറച്ചു നാൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഒരു വലിയ മുതിർന്ന നേതാവ് പറഞ്ഞത്, ദൈവം ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നതിന് എല്ലാവർക്കും എല്ലായിടത്തും താമസിക്കാൻ, അതുകൊണ്ട് ഇന്ത്യ താമസിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവാണ്, വനിതാ നേതാവാണ്. അവരതിന് പിറ്റേ ദിവസം തടി വരും, ആപ്പൊന്നും പറഞ്ഞില്ല. പിന്നെ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം. ഏതായാലും ബംഗ്ലാദേശ് ഇപ്പൊ വീണ്ടും ചൊറിഞ്ഞു വരുന്നു, അതിന് ഓരോ വിഷയങ്ങൾ കൊണ്ടിരുന്നു. പക്ഷെ ഇന്ത്യ പഴയതുപോലെയല്ല, കൃത്യമായി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മുടെ കയറ്റുമതി നിന്നത് മൂലം നമ്മൾ കുറച്ചൊക്കെ ഇപ്പൊ കയറ്റുമതി ബംഗ്ലാദേശിലൊക്കെ നടത്തുന്നുണ്ട്. ചൈനയിലേക്കും ജർമ്മനിയിലേക്കുമാണ് നമ്മൾ ഇപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്.
വ്യാപാര ബന്ധമൊക്കെ വീണ്ടും ഇങ്ങനെ പതുക്കെ ചെറുതായിട്ടൊക്കെ തുടങ്ങി വരുമ്പോഴാണ് വീണ്ടും, അതുകൊണ്ടായിരിക്കണം ഈ സംഭവം ഇനി അധികം കത്താൻ ഒരുപക്ഷെ സാധ്യതയില്ല. ഇനി അവർക്കത് ഉം. കത്തിക്കണമെങ്കിലും കത്തിക്കാം. അങ്ങനെ ഈ ഒരു ബൂമറാങ് പോലെ നിൽക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് ഈ ത്രിപുരയിൽ നടന്ന കൊലപാതകത്തെ ഇങ്ങനെ നിൽക്കുന്നു. കാരണം ബംഗ്ലാദേശ് നിരന്തരം ആരോപിക്കുന്നത് ഞങ്ങളുടെ ആളുകളെ അതിർത്തിയിൽ നിങ്ങളുടെ പട്ടാളം വെടിവെച്ച് കൊല്ലുന്നു എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ അതിർത്തി കടക്കാൻ വരുമ്പോഴത്തേക്ക് ഇവരെ തുരത്തി ഓടിക്കുന്നതാണത്. അപ്പൊ ഇതും ഉം. കൂടെ ഉം. വന്നു കഴിഞ്ഞപ്പോ അങ്ങനെയുള്ള, അപ്പൊ ഒരു ഡെമോക്രാസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ല, ഇപ്പോൾ ഈ വ്യാപാര ബന്ധത്തിനൊക്കെ ഒരു ചെറിയ ഇളവൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണിത്. ഈ ഒരു സാഹചര്യത്തിൽ അതിന് ബംഗ്ലാദേശ് മുതിരുമോ എന്നറിയില്ല. കാരണം തലയ്ക്ക് വെളിവില്ലാത്തവരൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നതെന്നും അറിയില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കുറച്ചുകൂടെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുമായിരിക്കാം.